ഈ സീസണിലെ തന്നെ ഏറ്റവും അധികം മൂടൽമഞ്ഞാണ് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ ദൃശ്യമായിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതുപോലുള്ള കനത്ത മൂടൽമഞ്ഞാണ് എന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ ഈ കാഴ്ചപരിധി വളരെ കുറവാണ്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ മൂടൽമഞ്ഞിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച്. നിലവിൽ കാഴ്ചപരിധി 10 മീറ്ററിൽ താഴെയാണ്. അതായത് ഈ സീസണിൽ ഉള്ള ഏറ്റവും കുറഞ്ഞ കാഴ്ചപരിധിയാണ്, രാവിലത്തെ കാഴ്ചപരിധിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ഇത്രയും അധികം മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിലെ ഗതാഗത സംവിധാനങ്ങൾ, ഏതാണ്ട് പല ഗതാഗത സംവിധാനങ്ങളെയും അത് കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ്, റെയിൽ, വിമാന സർവീസുകൾ പലതും വളരെ വൈകിയാണ് ഓടുന്നത്. റോഡുകളുടെ ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിമാന സർവീസുകളും പലതും വൈകിയാണ് ഈ സർവീസ് നടത്തുന്നത്. ഞാനും നമ്മുടെ ക്യാമറാമാൻ ജഗദീഷും ലക്നൗവിലേക്കുള്ള യാത്രാമധ്യയാണ്. ഞങ്ങളുടെ വിമാനവും വളരെ വൈകിയാണ് ഡൽഹിയിൽ നിന്ന് ഇന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പല വിമാന സർവീസുകളും, അതായത് ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനങ്ങളും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. റെയിൽവേ അതായത് ട്രെയിൻ ഗതാഗതത്തെയും കാര്യമായി ഈ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20-ലധികം തീവണ്ടികൾ വൈകിയാണ് ഓടുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂടൽമഞ്ഞ്, അതായത് ഇതുപോലെ മൂടൽമഞ്ഞ് അടുത്ത 2-3 ദിവസം കൂടി നിലനിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഫലത്തിൽ ഈ തണുപ്പും വരും ദിവസങ്ങളിൽ കൂടുവാനാണ് സാധ്യത.